നമസ്കാരം. നാളെ വൈകുണ്ഠ ഏകാദശിയാകുന്നു. വൈകുണ്ഠത്തിലേക്കുള്ള വാതിൽ ഭഗവാൻ തുറന്നിടുന്ന ദിവസം. ഇതിനാൽ ഈ ഏകാദശിയെ സ്വർഗവാതിൽ ഏകാദശി എന്നും വിളിക്കുന്നതാകുന്നു. ഈ ഒരു ഏകാദശി നോൽക്കുന്നതിലൂടെ അനേകം ഫലങ്ങൾ തന്നെ അവരുടെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതാകുന്നു. പ്രധാനമായും പാപങ്ങൾ ഇല്ലാതായി ഭഗവാനിലേക്ക് നാം കൂടുതലായി അടുക്കുന്നതാകുന്നു. ജീവിതത്തിൽ അതിനാൽ സ്വർഗതുല്യമായി മാറുന്ന അവസരങ്ങൾ വന്നു ചേരും. സന്തോഷം, സമാധാനം, ആഗ്രഹങ്ങൾ എല്ലാം നടക്കുന്നു തുടങ്ങിയ കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കുന്നതാകുന്നു. എന്നാൽ ഈ വിശേഷാൽ ദിവസം ചില തെറ്റുകൾ ചെയ്യുവാൻ പാടുള്ളതല്ല. ഈ തെറ്റുകൾ വീടുകളിൽ ചെയ്യുകയാണ് എങ്കിൽ അത് വലിയ ദോഷമാണ് എന്ന് തന്നെ പറയാം. അതേപോലെ തന്നെ ഇന്നേ ദിവസം ഏതെല്ലാം വസ്തുക്കൾ വീടുകളിൽ പാടില്ല എന്നും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ ഏകാദശി പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യം കൂടി രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രമിക്കുക. ചില തെറ്റുകൾ ഇന്നേ ദിവസം നാം ചെയ്യുകയാണ് എങ്കിൽ അത് നമുക്ക് ഇരട്ടി ദോഷമാണ് വന്നു ചേരുക എന്ന കാര്യം ഓർക്കുക. നെഗറ്റീവ് ഊർജം ജീവിതത്തിൽ വന്ന് ചേരുന്നതാകുന്നു. അതിനാൽ തന്നെ അറിഞ്ഞോ അറിയാതെയോ ഈ തെറ്റുകൾ നിങ്ങൾ ചെയ്യുവാൻ പാടുള്ളതല്ല. അതിൽ ആദ്യത്തേതായി പറയുന്നത് മുതിർന്നവരെ അപമാനിക്കരുത് എന്ന കാര്യമാകുന്നു. മുതിർന്നവരെ അപമാനിക്കുകയാണ് എങ്കിൽ അത് വലിയ ദോഷമായി തന്നെ മാറും. പ്രത്യേകിച്ചും ഇന്നേ ദിവസം ഇപ്രകാരം ചെയ്യുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ദോഷഫലങ്ങൾ വന്ന് ചേരുന്നതിനും ഐശ്വര്യം നഷ്ടമാകുന്നതിനും കാരണമാകും എന്ന കാര്യവും ഓർക്കുക. അവരോട് ഒരിക്കലും ദേഷ്യപ്പെടാൻ പാടുള്ളതല്ല. അവരുടെ മനസ്സ് വിഷമിപ്പിക്കുകയാണ് എങ്കിൽ ഇരട്ടിയായി തന്നെ പിതൃദോഷം ജീവിതത്തിലേക്ക് വന്നു ചേരും. പിതൃതർപ്പണം മുടക്കം വന്നവർക്ക് പോലും ഇന്ന് വ്രതം എടുക്കുന്നതിലൂടെ ആ ദോഷം മാറുന്ന അതിവിശേഷപ്പെട്ട ദിവസമാകുന്നു. അതിനാൽ ഇന്നേ ദിവസം ഇപ്രകാരം നിങ്ങൾ മുതിർന്നവരെ അപമാനിക്കുകയാണ് എങ്കിൽ ഇരട്ടിയായി തന്നെ പിതൃദോഷം ജീവിതത്തിലേക്ക് കടന്നു വരും. അതിനാൽ ഈ കാര്യം ചെയ്യാൻ പാടുള്ളതല്ല. വൃത്തിയില്ലാതെ ഇരിക്കുക അഥവാ ശുദ്ധിയില്ലാതെ ഇരിക്കുകയാണ് എങ്കിൽ അത് ദോഷകരമാണ് എന്ന കാര്യം നാം അറിഞ്ഞിരിക്കേണ്ടതാകുന്നു. കാരണം ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം തന്നെയാണ് നിങ്ങൾക്ക് ഇതിലൂടെ നഷ്ടമാവുക. അതിനാൽ തന്നെ അതിവിശേഷപ്പെട്ട ഈ ദിവസം ഇപ്രകാരം ചെയ്യുന്നതിലൂടെ ലക്ഷ്മി ദേവിയുടെ കോപം നിങ്ങളിലേക്ക് വന്നു ചേരും. കുളിക്കാതെയും മുഷിഞ്ഞ വസ്ത്രം ധരിച്ചും ഇന്നേ ദിവസം ഇരിക്കുകയാണ് എങ്കിൽ അത് ദോഷകരമായി മാറും. അതേപോലെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കീറിയ വസ്ത്രവും. കീറിയ വസ്ത്രവും ഇന്നേ ദിവസം ധരിക്കുന്നത് അതീവ ദോഷകരം തന്നെയാകുന്നു. കേടായവയും ഇന്നേ ദിവസം ധരിക്കുവാൻ പാടുള്ളതല്ല. വലിയ ദോഷം തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. അതിനാൽ തന്നെ ഇന്നേ ദിവസം ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. അതല്ല എങ്കിൽ ലക്ഷ്മി കോപവും ജീവിതത്തിൽ വന്ന് ചേരുന്നതാകുന്നു. ഇന്നേ ദിവസം തുളസിക്ക് വളരെ വലിയ പ്രാധാന്യം തന്നെ നാം നൽകേണ്ടതായിട്ടുണ്ട്. കാരണം തുളസി ദേവിക്ക് ഇന്നേ ദിവസം ചില കാര്യങ്ങൾ ചെയ്യുന്നത് ദോഷകരമായി നമുക്ക് ഭവിക്കും എന്ന കാര്യം ഓർക്കുക. തുളസിക്ക് ഇന്നേ ദിവസം ജലം സമർപ്പിക്കരുത് എന്ന കാര്യമാണ് നാം ഓർത്തിരിക്കേണ്ടത്. ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ദോഷഫലങ്ങൾ വന്ന് ചേരുന്നതിന് കാരണമാകും. കാരണം ഇന്നേ ദിവസം ദേവിയും ഉപവാസം അനുഷ്ഠിക്കുന്നു എന്നാണ് വിശ്വാസം. അതിനാൽ വെള്ളം ഇന്നേ ദിവസം ഒഴിക്കരുത്. ഇത് വലിയ ദോഷമായി തന്നെ മാറും. നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരേണ്ട ഐശ്വര്യങ്ങൾ നഷ്ടമാകുന്നതിന് അത് കാരണമാകും. ജീവിതത്തിൽ ലക്ഷ്മി കോപവും വന്ന് ചേരുന്നതാകുന്നു. അതിനാൽ ഇന്നേ ദിവസം ഏകാദശി ദിവസം ഒരിക്കലും തുളസിക്ക് ജലം സമർപ്പിക്കുവാൻ പാടുള്ളതല്ല. അതേപോലെ തന്നെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇന്നേ ദിവസം ഒരിക്കലും തുളസിയില നുള്ളാൻ പാടില്ല എന്ന കാര്യം. ഇപ്രകാരം നുള്ളുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ
ദോഷഫലങ്ങൾ മാത്രമേ വന്നു ചേരൂ. ജലം ഒഴിക്കുന്നതിന് തുല്യം തന്നെയാണ് ഇന്നേ ദിവസം ഇല നുള്ളുന്നതും. അതിനാൽ ഈ രണ്ട് കാര്യങ്ങളും തുളസിയുമായി ബന്ധപ്പെട്ട് ഒഴിവാക്കേണ്ട കാര്യങ്ങൾ തന്നെയാകുന്നു. ഇന്നേ ദിവസം ചെയ്യാൻ പാടില്ലാത്ത മറ്റൊരു കാര്യമാണ് നിറവയർ ആഹാരം. നിറവയർ ആഹാരം ഇന്നേ ദിവസം നാം കഴിക്കുകയാണ് എങ്കിൽ അതും ദോഷകരമായി ഭവിക്കും എന്നാണ് വിശ്വാസം. അതിനാൽ ഈ കാര്യവും ഇന്നേ ദിവസം ഒഴിവാക്കേണ്ടതാകുന്നു. അതേപോലെ തന്നെ ഒഴിവാക്കേണ്ട മറ്റൊരു കാര്യമാണ് ലഹരി, മത്സ്യം, മാംസം എന്നീ കാര്യങ്ങൾ. ഒരു പക്ഷേ നിങ്ങൾ വ്രതം എടുക്കുന്നുണ്ടാകില്ല. എന്നിരുന്നാലും ഈ കാര്യങ്ങൾ ഇന്നേ ദിവസം ഒഴിവാക്കുക എന്ന കാര്യമാണ് നാം ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്യുന്നതും ഉത്തമം തന്നെയാകുന്നു. അതേപോലെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മൃഗങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ. മൃഗങ്ങളെ ഇന്നേ ദിവസം ഉപദ്രവിക്കുകയാണ് എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരുന്നതിന് കാരണമാകും. ഭാഗ്യം നഷ്ടമാകും, അല്ലെങ്കിൽ ഐശ്വര്യം നഷ്ടമാകും എന്ന് തന്നെ പറയാം. ഇന്നേ ദിവസം മൃഗങ്ങൾക്ക് ആഹാരവും ജലവും നൽകുന്നത് ഏറ്റവും ശുഭകരമായ കാര്യം തന്നെയാകുന്നു. അതിനാൽ ഈ കാര്യം ഇന്നേ ദിവസം ഏവരും ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. കൂടാതെ ഇന്നേ ദിവസം മനസ്സിലേക്ക് ദുഷ്ചിന്തകൾ കടന്നു വരികയാണ് എങ്കിൽ അത് അതീവ ദോഷകരമാകുന്നു. പൂർണ്ണമായും ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ് എന്ന് തന്നെ പറയാം. അതേപോലെ തന്നെ അസൂയ ഇന്നേ ദിവസം മനസ്സിൽ വരികയാണ് എങ്കിൽ ഈ ദിവസത്തിൻ്റെ ഫലം, ഈ ശുഭകരമായ ഫലങ്ങൾ വന്ന് ചേരണം എന്നില്ല, അത് നഷ്ടമാകും. അതോടൊപ്പം തന്നെ ദേഷ്യം ഇന്നേ ദിവസം ഒരിക്കലും വരാൻ പാടുള്ളതല്ല. ഇന്നേ ദിവസം ഭഗവാനെ ചിന്തിച്ച് മുന്നോട്ട് പോവുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ അമിതമായ ചില ആഗ്രഹങ്ങൾ, ചിന്തകൾ ഇന്നേ ദിവസം ഒരിക്കലും മനസ്സിലേക്ക് കടന്ന് വരാൻ പാടുള്ളതല്ല. അതും നിങ്ങൾക്ക് ദോഷകരമായ ഫലങ്ങൾ നൽകും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. ഇരട്ടിയായി തന്നെ നെഗറ്റീവ് ഊർജം നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതിന് കാരണമായി മാറും. അതിനാൽ ഈ കാര്യവും ഇന്നേ ദിവസം നിങ്ങൾ തീർച്ചയായും ഒഴിവാക്കേണ്ട ഒന്ന് തന്നെയാണ്. വീടുകളിൽ ഇന്നേ ദിവസം വിളക്ക് തെളിയിക്കാതെ ഇരിക്കുവാൻ പാടുള്ളതല്ല. ഇന്നേ ദിവസം 2 നേരം തന്നെ വീടുകളിൽ വിളക്ക് തെളിയിക്കേണ്ടതാകുന്നു. എന്നാൽ ജീവിത സാഹചര്യത്താൽ അതിന് സാധിക്കുന്നില്ല എങ്കിൽ ഒരു നേരമെങ്കിലും ഇന്നേ ദിവസം വീടുകളിൽ വിളക്ക് തെളിയിക്കുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു. അതേപോലെ തന്നെ ഇന്നേ ദിവസം ഒരിക്കലും ആരെയും നിന്ദിക്കുവാൻ പാടുള്ളതല്ല. ഭഗവാനെയോ മറ്റു ദേവതകളെയോ ഇന്നേ ദിവസം ഒരിക്കലും നിന്ദിക്കരുത് എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. ഇരട്ടിയായി തന്നെ ദോഷഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യമാണ് നാം അറിഞ്ഞിരിക്കേണ്ടത്. അതിനാൽ ഈ കാര്യവും ഏവരും ഓർത്തിരിക്കുക. ഈ തെറ്റുകൾ ഇന്നേ ദിവസം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് പോലെ തന്നെ പ്രാധാന്യമുണ്ട് ചില വസ്തുക്കളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾക്കും. ഇന്നേ ദിവസം ചില വസ്തുക്കൾ വീടുകളിൽ ഇരിക്കുന്നത് അതീവ ദോഷകരമാകുന്നു. വീടുകളിൽ ഇരിക്കാൻ പാടില്ല എന്നാണ് പറയുക. ഇങ്ങനെ സംഭവിക്കുകയാണ് എങ്കിൽ വന്നു ചേരേണ്ട ഈശ്വരാധീനം പോലും നഷ്ടമാകുന്നതിന് കാരണമാകും. അതിനാൽ ഒരിക്കലും ഈ വസ്തുക്കൾ വീടുകളിൽ ഇരിക്കാൻ പാടുള്ളതല്ല. അതിൽ ആദ്യത്തേത് കേടായ ചിത്രങ്ങളാകുന്നു. ഭഗവാന്റെയോ മറ്റ് ദേവതാ ചിത്രങ്ങളോ കേടായതുണ്ട് എങ്കിൽ അവ ഇന്നേ ദിവസം തന്നെ ഒഴിവാക്കുക എന്ന കാര്യമാണ് നാം ചെയ്യേണ്ടത്. അടുത്തുള്ള ക്ഷേത്രത്തിൽ ഇത്തരം ചിത്രങ്ങൾ നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാകുന്നു. അതേപോലെ തന്നെ ഉണങ്ങിയ പൂക്കളുണ്ട് എങ്കിൽ ആ പൂക്കൾ വീടുകളിൽ നിന്നും ഇന്നേ ദിവസം ഒഴിവാക്കേണ്ടതാകുന്നു. കൂടാതെ കേടായ പാത്രങ്ങൾ, വക്കുപൊട്ടിയ പാത്രങ്ങൾ തുടങ്ങിയ കാര്യങ്ങളുണ്ട് എങ്കിൽ അവ വീടുകളിൽ ഇരിക്കുന്നത് നെഗറ്റീവ് ഊർജം ഇരട്ടിക്കുന്നതിന് കാരണമാകും. കേടായ പാത്രങ്ങളിൽ ആഹാരം പാചകം ചെയ്താൽ ആ ആഹാരം ദുഷ്ടശക്തികൾക്ക് അവകാശപ്പെട്ടതാണ് എന്നാണ് ഗരുഡപുരാണത്തിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്നത്. അതിനാൽ ഒരിക്കലും ഇത്തരം പാത്രങ്ങൾ വീടുകളിൽ സൂക്ഷിക്കുവാൻ പാടുള്ളതല്ല. പൊട്ടിയ കണ്ണാടി ഒരിക്കലും വീടുകളിൽ സൂക്ഷിക്കുവാൻ പാടുള്ളതല്ല. നിങ്ങൾക്ക് ദോഷം വന്നു ചേരും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. ഭാഗ്യം പോലും
നഷ്ടപ്പെടും എന്ന കാര്യവും തീർച്ച തന്നെയാണ്. കേടായ ചെരുപ്പുകൾ വീടുകളിലുണ്ട് എങ്കിൽ അവ ഇന്നേ ദിവസം തന്നെ ഒഴിവാക്കുക എന്ന പ്രധാനപ്പെട്ട കാര്യവും നിങ്ങൾ മറക്കാതെ ചെയ്യുക. കൂടാതെ ഇന്നേ ദിവസം നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, കേടായ ക്ലോക്ക് വീടുകളിലുണ്ട് എങ്കിൽ അവ ഒഴിവാക്കുക എന്ന കാര്യമാകുന്നു. അതല്ല എങ്കിൽ അവ ശരിയാക്കി ഇന്നേ ദിവസം വയ്ക്കുക. അതല്ല എങ്കിൽ ഒഴിവാക്കുക തന്നെ ചെയ്യണം. കൂടാതെ ഇന്നേ ദിവസം ചിലന്തി വലകൾ വീടുകളിലുണ്ട് എങ്കിൽ അവ പൂർണ്ണമായും ഒഴിവാക്കുക അഥവാ വൃത്തിയാക്കുക. ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യത്തെയാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത് എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു. അതിനാൽ പൂർണ്ണമായും തന്നെ വൃത്തിയാക്കേണ്ടത് അനിവാര്യമാകുന്നു. വൃത്തിയില്ലാത്ത പൂജാമുറി വീടുകളിലേക്ക് ദോഷഫലങ്ങൾ കൊണ്ടുവരും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. അതിനാൽ പൂജാമുറി ഇന്നേ ദിവസം വൃത്തിയാക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. ഇന്നേ ദിവസം ചിത്രങ്ങൾ എല്ലാം തന്നെ തുടച്ച് വയ്ക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. പൊടി ഉണ്ടാകുവാൻ പാടുള്ളതല്ല. ആ കാര്യവും പ്രത്യേകം ഓർത്തിരിക്കുക. പ്രധാന വാതിലിൽ പൊടി ഉണ്ടാകുന്നതും ദോഷകരമാണ് എന്ന കാര്യം അറിയുക. അതിനാൽ ഇന്നേ ദിവസം പ്രധാന വാതിലും തുടച്ച് വൃത്തിയാക്കുക എന്ന കാര്യവും നാം ചെയ്യേണ്ടതാകുന്നു. മുഷിഞ്ഞ വസ്ത്രങ്ങൾ കൂട്ടിയിട്ടിട്ടുണ്ട് എങ്കിൽ അവ അലക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ കൂട്ടിയിടുന്നത് ദോഷകരമായ ഫലങ്ങൾ വന്ന് ചേരുന്നതിന് കാരണമാകും. അതിനാൽ ഇന്നേ ദിവസം തന്നെ ഈ കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുക. പ്രധാനമായും ഇത്രയും കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. തിഥി പ്രകാരം നോക്കുകയാണ് എങ്കിൽ ഇന്ന് ഏകാദശി തിഥി ആരംഭിച്ചിരിക്കുന്ന ദിവസം തന്നെയാകുന്നു. അതിനാൽ ഇന്നേ ദിവസം തന്നെ ഈ കാര്യങ്ങൾ ഏവരും ചെയ്യുവാൻ ശ്രമിക്കുക.